അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ ആണ്. ഫ്രണ്ട് ചെന്നപ്പോൾ നല്ല പാൽ ചായയും ബ്രെഡും വാഴക്കപ്പൊരിയും കമ്പും അതേപോലെ തന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ നേരിട്ടൊന്ന് കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഒപ്പം ജനിച്ചതും പഠിച്ചതും വളർന്നതും കളിച്ചതൊക്കെയാണ് കേട്ടോ. ഇനിയൊന്നും വേണ്ട, ഞങ്ങൾ പുഴയ്ക്കൊന്ന് കുളിക്കാനോ നീന്താനൊക്കെ പോവുകയാണെങ്കിൽ ഒരുമിച്ചാണ് പോയി. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഭയങ്കര ഫ്രണ്ടാളാണ് കേട്ടോ രണ്ടാളും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നമുക്കൊരു ദിവസം കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഓളെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. അങ്ങനെ ഓളെ വീട്ടിൽ പോയി ഒരുപാട് ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ചിരിച്ച് തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറേ ഞങ്ങളെ ചെറുപ്പകാലത്തെ കാര്യങ്ങളുണ്ടായിന് കേട്ടോ. ഞങ്ങൾ അവിടുത്തെ അയൽവാസികളെക്കുറിച്ചും അവിടുത്തെ ഒരു അയൽവാസി കാക്കാനും താത്താനും അവരൊക്കെ കാര്യങ്ങൾ പറയാൻ കേട്ടോ. അപ്പോഴും പറയാം എൻ്റെ പോലെ തന്നെ അല്ലേനോ ഞാനും. ഞങ്ങളൊക്കെ അങ്ങനെ ഒരു രസമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ റബ്ബി, അന്നത്തെ ആ ഒരു സ്നേഹം, ആ ഒരു ഇതൊന്നും ഇപ്പോഴൊന്നും ഒരിക്കലും കിട്ടില്ല കേട്ടോ. മദ്രസക്ക് പോകുമ്പോൾ ഞങ്ങളെ പെരയിൽ നിന്ന് കുറച്ച് മുകൾക്ക് പോകണം ഓലെ പെരയ്ക്ക്. പിന്നെ ഓല അവിടെ നിൽക്കും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോകും. പിന്നെ മദ്രസയിലെത്തിയിട്ട് പിന്നെ പോരുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. മാഷാ അല്ലാ, ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സൗണ്ട് ഓഫാക്കിയത് എന്താ വെച്ചാൽ പിന്നെ കുറേ അതിലെല്ലാവരും സൗണ്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവളെ വീട് കാളികാവിലാണ് കേട്ടോ, കല്യാണം കഴിച്ച വീട്. പിന്നെ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു. വണ്ടൂരിൽ നിന്ന് കുറച്ചുള്ളൂല്ലോ കാളികാവ്ക്ക്. അങ്ങനെ ഞാൻ മക്കളെയൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. മോന് സ്കൂൾക്കും പോയിന്, മോൾ അംഗൻവാടിക്കും പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇവൾക്ക് 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടി, 3 കുട്ടികളാണ്. അപ്പോൾ എന്നും എന്നോട് പറയും എനിക്കൊന്ന് വന്നൂടെ എന്നിട്ടോ. പോയപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടു കേട്ടോ. കുറച്ച് മത്തൻ്റെ ഇല, മുരിങ്ങൻ്റെ ഇല അങ്ങനെയൊക്കെ എനിക്ക് തന്നീന് കേട്ടോ. പിന്നെ അച്ചാറ്, ഓളെ നല്ല അച്ചാറും കേക്ക്, ഏത് ഐറ്റംസ് കേക്കുകളാണെങ്കിലും അതും ഉണ്ടാക്കും. അച്ചാറുകൾ ഏത് ഐറ്റംസ് അച്ചാറും വേണോ ഓർഡർ ചെയ്താൽ മതി, ഓൾ ഉണ്ടാക്കി തരും. അതേപോലെ തന്നെയാണ് ഓൾ നമുക്കൊക്കെ ഇങ്ങനെ കാറ്റഗറി എന്താ പറയില്ലേ, ഫുഡ് ഉണ്ടാക്കൂലേ, അതൊക്കെ ഓൾ എന്താ നമ്മൾ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. 15ഉം 10 കിലോനും ഒക്കെ ബീഫാണെങ്കിലും ചിക്കനാണ്ടാണെങ്കിലും മന്തിയും ബിരിയാണിയും കബ്സ തേങ്ങാച്ചോറ് സാദാ ചോറും ഒക്കെ ഓൾ ഉണ്ടാക്കി തരും കേട്ടോ. അതിന് സമയം പറഞ്ഞു കൊടുത്താൽ മതി. അതിന് ഇത്ര രൂപ എന്നാണ് കേട്ടോ. മാഷാ അല്ലാ, എല്ലാം ഓളുണ്ടാക്കും. നല്ല ടേസ്റ്റിലുമാണ് കേട്ടോ ഓൾ ഉണ്ടാക്കുക. അതാണ് എനിക്ക് ഭയങ്കര അതിശയമായിട്ട്. ഒരു അവളെ മക്കളൊക്കെ ഇങ്ങോട്ട് വന്നീനി. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പായസം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പായസത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട്, പക്ഷേ ഓള് കുറേ സാധനങ്ങൾ ഇട്ടിട്ടാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറേ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ പാലും പഞ്ചാരി ഏലക്കായി അങ്ങനെ നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ. അപ്പോൾ പോരാറിട്ട് 2-3 സാധനങ്ങൾ വീണ്ടും കൊണ്ടുവരിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കണത് നല്ല രസത്തിലും വൃത്തിക്കുമാണ് ഓൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ പണ്ടത്തെ പുഴയ്ക്ക് കുളിച്ചാൻ പോയപ്പോൾ വെള്ളം വന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓളെ ഹാളിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ സംസാരിക്കണത്. അപ്പോൾ അങ്ങനെ പറയുകയാണ്, ഓളെ ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോയിക്കണം ഇപ്പോൾ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ട്, ഹസ്ബൻഡുമായി നാട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ഈ കുറേ നേരം കട അറിയാനൊന്നും പറ്റൂലല്ലോ അല്ലേ. അപ്പോൾ ഓളിങ്ങനെ പറയും, ഞാൻ വന്ന സന്തോഷത്തിൽ ഓള് വർത്താനം പറയാനായിട്ട് ഒരുങ്ങിട്ടോ. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടിമേലാണ് പോയത്. അപ്പോൾ ഓളും ഞാനും ആ സ്കൂട്ടിമേൽ അങ്ങാടിക്കറ്റം പോകുന്നു. നമുക്ക് പഞ്ചായത്തൊക്കെ പോകാണ്ടേനി പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഒപ്പം ഒരുമിച്ച് അങ്ങനെ പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ, എനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. കാരണം ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഞങ്ങൾ തീർത്തു. ഫോൺ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് വിടുന്നുണ്ടെങ്കിലും ഇങ്ങനെ മുഖാമുഖം പറഞ്ഞിരുന്നതും ചിരിക്കണതും
സങ്കടമുള്ളതായാലും സന്തോഷമുള്ളതായാലും അല്ലേ, ആ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോൾ എൻ്റെ അമ്മയും ഓളമ്മയും ഭയങ്കര കൂട്ടുകാരത്തികളാണ്. എൻ്റെ അപ്പയും ഓളപ്പ ഭയങ്കര കൂട്ടുകാരന്മാരാണ്. അങ്ങനെ ഓളും ഞാനും അനിയത്തി എൻ്റെ അനിയത്തി അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് കേട്ടോ. മദ്രസക്ക് പോകുമ്പോഴും സ്കൂൾക്ക് പോകുമ്പോഴൊക്കെ ഒരുമിച്ചാണ് പോവുക വരിക. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അന്നത്തെ ആ ഒരു രസം, ആ ഒരു സന്തോഷം, ആ ഒരു സ്നേഹം ഇപ്പോഴത്തെ മക്കൾക്കും ഇല്ല, ഇപ്പോഴത്തെ ആൾക്കാർക്കും ഇല്ല കേട്ടോ. അന്ന് മാഷാ അല്ലാ ഒരു സ്നേഹിക്കണൊരു സമയം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കേക്കോ കാര്യങ്ങളോ ബിരിയാണിയോ മന്തിയോ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. കാളികാവ് ഭാഗമുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും എളുപ്പമാവും ചെയ്യുമല്ലോ. അപ്പോൾ ഇവളോട് ഓർഡർ ചെയ്തോൾ ഉണ്ടാക്കി തരും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ബോക്സിൽ നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അങ്ങനെ വിളിക്കുകയും ചെയ്യാമല്ലോ. ഇപ്പോൾ പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണ ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിച്ചുമ്പോൾ നമുക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഓർഡർ ഇങ്ങനെ പറയും. ഞങ്ങൾ അടുത്തൊരു താത്തണ്ട്, ആ താത്ത ഒരുപാട് ഭക്ഷണം തരും. ഭക്ഷണം തന്നത് തുള്ളി പോലും ബാക്കിയാക്കാൻ പാടില്ല. അതിനെക്കുറിച്ചുള്ള സംസാരമാണ് കേട്ടോ. അപ്പോൾ കുറേ ചിരിച്ചതുകൊണ്ട് ശരിയാണല്ലേ, ഞാനും താത്താൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് കഴിച്ചിട്ടുണ്ടെടി എന്നൊക്കെ പറയണ ഓള് വർത്താനം കേട്ടിട്ടൊക്കെ ചെറിയ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ പിന്നെ ചായ കുടിച്ചിരിക്കുകയാണെങ്കിലും ഇജ്ജ് തന്ന കടി ജന്ന് തിന്നാണില്ലേ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. ഞങ്ങൾ പിന്നെ പറയാനും ചിരിച്ചാനും നിന്നാൽ ഒരുപാട് പറയുകയും ചെയ്യും ചിരിക്കുകയും ചെയ്യും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്രക്ക് തോനെ ഞങ്ങൾക്ക് പറയാനുണ്ട്. അധികവും ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വിറ്റുകളാക്കാരം പറയാനിട്ട്. വിറ്റുകളെന്ന് പറഞ്ഞാൽ